റാപ്പർ വേടന്റെ സംഗീത പരിപാടിയുടെ തയ്യാറെടുപ്പിനിടെ LED ടെക്നീഷ്യൻ ലിജു ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സംഘാടകർക്കെതിരെ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുടുംബത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം കിളിമാനൂരിൽ കഴിഞ്ഞ മെയ് 9-നായിരുന്നു പരിപാടി. LED ടെക്നീഷ്യൻ മരിച്ചതിനെ തുടർന്ന് പരിപാടി നടന്നിരുന്നില്ല. ഇത്തരത്തിൽ വളരെ വിവാദമായ ഒരു സംഗീത പരിപാടി കൂടിയായിരുന്നു. റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ ആ തയ്യാറെടുപ്പുകൾക്കിടെയായിരുന്നു LED ടെക്നീഷ്യനായ ലിജു ഷോക്കേറ്റ് മരിച്ചത്. മാത്രമല്ല കുടുംബം കൂടുതൽ ആരോപണങ്ങളും കൂടി ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. സംഘാടകരെ ഈ ഒരു വിവരം വളരെ വൈകിയാണ് അറിയിച്ചത് എന്നുകൂടി കുടുംബം പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ പോവുകയാണ് കുടുംബം. അത് തന്നെയാണ് തീരുമാനമെന്ന് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ കഴിഞ്ഞ മെയ് 9-നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. LED ടെക്നീഷ്യൻ മരിച്ചതിനെ തുടർന്ന് പരിപാടി നടന്നിരുന്നില്ല. കൃത്യമായ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടത്തിലൂടെ ലിജുവിന് ജീവൻ നഷ്ടമായത് എന്നായിരുന്നു വലിയ വിവാദം ആ ദിവസം തന്നെ പുറത്തേക്ക് വന്നത്. അതിനെ തുടർന്ന് പരിപാടി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പരിപാടി നിർത്തിവച്ചതിന് ശേഷം അവിടെ റാപ്പർ വേടന്റെ ആരാധകർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പ്രശാന്ത് ചക്രമംഗലത്ത് ചേർന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ ലിജുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു മരണവിവരം പോലും ഏറെ വൈകിയാണ് തങ്ങളെ അറിയിച്ചതെന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അവർ. ദേവിക, സംഘാടക സമിതിക്കെതിരെയാണ് വേടന്റെ പരിപാടി നടത്തിയ സംഘാടക സമിതിക്കെതിരെയാണ് ഇപ്പോൾ മരണപ്പെട്ട ടെക്നീഷ്യൻ ലിജുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് മരണവാർത്ത കുടുംബത്തിൽ നിന്ന് മറച്ചുവെച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് കുടുംബം പറയുന്നത്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടാകാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ സൗകര്യം ഈ പരിപാടിയോടനുബന്ധിച്ചിട്ട് മെഡിക്കൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മരണവിവരം കുടുംബത്തോട് മറച്ചുവെച്ചു. കിളിമാനൂരിൽ കഴിഞ്ഞ മെയ് 9-ാം തീയതിയായിരുന്നു ഈ പരിപാടി നടന്നത്. തുടർന്ന് ഈ പരിപാടി നിർത്തിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നും ഈ കുടുംബത്തെ മരണ വാർത്ത അറിയിക്കുന്നതടക്കം സംഘാടക സമിതിയുടെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥ ഉണ്ടായി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ എന്തായാലും കുടുംബം വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘാടകർക്കെതിരെയാണ് കുടുംബം ഇപ്പോൾ പരാതി പറയുന്നത്.